നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യന് മാത്രമാണോ പങ്കുള്ളത്? ഈ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നുണ്ട്. ഐഷ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയെ സംശയനിഴലിൽ നിർത്തിയാണ് പുതിയ വെളിപ്പെടുത്തൽ. ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം കള്ളമാണെന്ന് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദ് ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞു. ഐഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും തിരോധാന ശേഷം സ്ഥലം വിറ്റതും റോസമ്മ ഇടനില നിന്നാണ്. റോസമ്മയുടെ വീട്ടിൽ 2023 വരെയും സെബാസ്റ്റ്യന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞതും പച്ചക്കള്ളമാണ്. ജൂലി എന്ന യുവതിയും മകനും ആ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയ നൌഷാദ് ജൂലി ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. അതിനിടയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി ന്യൂസ് 18 പങ്കുവെക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ശാസ്താംകവല സ്വദേശിയായ നൌഷാദാണ്. നൌഷാദിന് സെബാസ്റ്റ്യൻ ഒപ്പം തന്നെ റോസമ്മ ഇവരെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു, അത് വരാറില്ല എന്ന് പറഞ്ഞു. ഐഷയാണ് ഈ സെബാസ്റ്റ്യനെ റോസമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് പറഞ്ഞു. ഈ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളയുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഐഷാനെ കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത്. സെബാസ്റ്റ്യൻ കൃത്യമായിട്ട് അവിടെ സെബാസ്റ്റ്യൻ വരുമായിരുന്നു. സെബാസ്റ്റ്യനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. അവർ യഥാർത്ഥത്തിൽ ആ ദുരൂഹതയും കൂടി മാറേണ്ടതാണ്. റോസമ്മ പോലും ഒരു ചാനലിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആൾ താമസിച്ചിട്ടുണ്ടായിട്ട് പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ ജൂലിയുടെ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളാരും ഇവരെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല. ജൂലിയെ നമ്മൾക്ക് അറിയാവുന്നതാണ്. അതാണ് വളരെ നിർണായകമായ വിവരങ്ങളാണ് നൌഷാദ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തൊരു കഥാപാത്രം അതിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് ജൂലി എന്ന സ്ത്രീയാണ്. ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും അസ്വാഭാവികത ജൂലിയുടെ മകനുമായി ബന്ധപ്പെട്ട് റോസമ്മയുമായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് സംബന്ധിച്ച ദുരൂഹതകളും പോലീസ് അന്വേഷിക്കണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇടനില നിന്ന് ഐഷയെ സഹായിക്കുന്ന, ഐഷയോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരാളെന്ന് പറയുന്ന റോസമ്മ അല്ല ഈ നൌഷാദിന്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ന്യൂസ് 18 സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മയുടെ വരികൾക്കിടയിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ ചൂണ്ടിക്കാണിച്ച വഴികളിലൂടെയാണ് പോലീസിന്റെ അന്വേഷണം പോലും നടക്കുന്നത്. ജൈനമ്മയുടെയും ബിന്ദു പത്മനാഭന്റെയും തിരോധാന കേസുകളുടെ അന്വേഷണത്തിനിടെയാണ് ഐഷയെക്കുറിച്ചും സിന്ധു എന്ന ബിന്ദുവിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ശരണ്യ സ്നേഹജൻ പുറത്തുവിടുന്നത്. പോലീസ് ആ തിരോധാന കേസുകൾ അന്വേഷണം നടത്തുന്നു. ഈ റോസമ്മ, അതായത് സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായിട്ടുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലുകൾ, അവരുടെ ദുരൂഹമായ ഇടപാടുകൾ ഇതൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവിടെ നൌഷാദ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. അതിൽ റോസമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. റോസമ്മയും സെബാസ്റ്റ്യനുമായി 2023 വരെ, അതായത് 2 വർഷം മുൻപ് വരെയും ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നൌഷാദ് വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു പുതിയ കഥാപാത്രം ഇവിടെ കയറി വരികയാണ്. അതായത് ജൂലിയും മകനും ആ വീട്ടിലുണ്ടായിരുന്നു പറയുന്നു. ആരാണ് ജൂലി എന്നറിയണം. ജൂലിയും ഈ റോസമ്മയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? ജൂലി ഇപ്പോൾ എവിടെയാണ്? അവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്.
അങ്ങനെയെങ്കിൽ ജൂലിക്ക് എന്താണ് സംഭവിച്ചത്? ടോമ, ഓരോ ദിവസവും ദുരൂഹതകൾ ഏറുകയാണ്. സെബാസ്റ്റ്യനുമായും റോസമ്മയുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന പള്ളിപ്പുറം സ്വദേശിയായ നൌഷാദിനെയാണ്. നൌഷാദ് നമ്മളോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അതായത് നൌഷാദ് പ്രാദേശികമായ പൊതുപ്രവർത്തകൻ കൂടിയാണ്. ആ ഘട്ടത്തിൽ നൌഷാദ് റോസമ്മയുടെ വീടുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ്. ഐഷ സ്ഥിരമായി തൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് എന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ നമ്മളോട് നൌഷാദിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൽ നൌഷാദ് പറഞ്ഞ പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതായത് റോസമ്മ നമ്മളോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞു സെബാസ്റ്റ്യനുമായി ഐഷ തിരോധാനത്തിന് ശേഷം ഒരു ബന്ധവുമില്ല എന്നവർ പറഞ്ഞു. അതിനുശേഷം പിന്നീട് അവർ നമ്മുടെ അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ വ്യക്തമാക്കിയത് 2017 സെബാസ്റ്റ്യൻ തന്നെ വിവാഹം ആലോചിച്ചു വരുന്നത്. അത് റോസമ്മ ഐഷ തിരോധാനത്തിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യും. നമുക്കറിയാം 2012 ഐഷ എന്ന സ്ത്രീയെ മെയ് 13 കാണാതായി എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് FIR ഇടുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടായ സമയത്തും റോസമ്മ പറഞ്ഞ പല കാര്യങ്ങളും ദുരൂഹതയുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഈ കേസുകൾ, അതായത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അൺഡിക്റ്റേറ്റഡ് എന്ന് പോലീസ് എഴുതി തള്ളിയ 2 കേസുകൾ റീഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതായത് അർത്തുങ്കൽ പോലീസ് ക്ലോസ് ചെയ്തിരുന്ന അൺഡിക്റ്റേറ്റഡ് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിരുന്ന സിന്ധു തിരോധാനവും ഒപ്പം തന്നെ ഐഷ തിരോധാനം ചേർത്തല പോലീസും അൺഡിക്റ്റേറ്റഡ് എന്ന് എഴുതി തള്ളിയ കേസാണ്. ഈ 2ഉം കോടതിയിൽ അവർ സമീപിച്ചുകൊണ്ട് റീഓപ്പൺ ചെയ്തു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമെന്ന് തന്നെ നമുക്ക് പറയാം. വീണ്ടും അന്വേഷണം അതിനകത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും നിർണായകമായത് ഈ റോസമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് റോസമ്മ പറയുന്ന പല കാര്യങ്ങളും ദുരൂഹതയുണ്ട് എന്ന് നമ്മൾ ആദ്യഘട്ടം തന്നെ ഉറപ്പിച്ചു പറയുന്നു. അവരുടെ കോഴി ഫാമുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി മുഴുവനായി ക്ലീൻ ചെയ്യാതെ അത് അവിടെ ഉപയോഗിക്കുന്നു. ഈ കോഴി ഫാം പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് വളരെ കുറച്ചു കാലം മാത്രമേ ഇത്രയും പണം ചിലവാക്കി നിർമ്മിച്ച ഈ ഫാം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് നൌഷാദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2023 വരെ സെബാസ്റ്റ്യൻ റോസമ്മയുമായി സജീവമായ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് എന്നുള്ള സ്ഥിരീകരണമാണ് വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഈ റോസമ്മയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ 2 കേസുകൾ നൌഷാദ് നമ്മളോട് ചൂണ്ടിക്കാട്ടുന്നു. അതായത് സ്വന്തം കോമ്പൗണ്ടിന്റെ അരികിൽ കൂടി പോയ ഒരു കേബിൾ ലൈൻ, ആ കേബിൾ ലൈൻ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയ കേബിൾ ലൈൻ അടിയിൽ തീയിട്ട് കത്തിച്ച കേസ് റോസമ്മയ്ക്കെതിരെ, അതായത് ഈ ലൈൻ നശിപ്പിക്കുന്നതിന് വേണ്ടി അടിയിൽ തീയിട്ട് കത്തിച്ച ഒരു കേസ് ചേർത്തല പോലീസിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. 2, റോസമ്മ ഉപയോഗിച്ചിരുന്ന കാറ് ഒരു മതിലിടിച്ച് തകർത്ത ശേഷം അത് നിർത്താതെ മുന്നോട്ട് പോവുകയും അന്ന് വണ്ടി നമ്പർ വെച്ചാണ് പോലീസ് ഇവരാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്. ഈ 2 കേസുകളിലും നൌഷാദാണ് അന്ന് റോസമ്മയും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടും ആ പ്രദേശത്തെ പരാതിക്കാരുമായി ബന്ധപ്പെട്ടും ആ വീട്ടിൽ ഇടപെടുകയും ചെയ്തു. അപ്പോൾ ഇവരൊരു ക്യാരക്ടറിനെ കുറിച്ച് അയാൾ വളരെ കൃത്യമായൊരു പിക്ചർ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ സ്ഥിരമായി അവരെ നൌഷാദ് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത നിറഞ്ഞൊരു കാര്യം, റോസമ്മ നമ്മളോട് പറഞ്ഞതുപോലെ വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ അല്ല അവർ എന്നുള്ളതാണ്. 2023 കാലയളവ് ഒരു 1.5 വർഷം മുൻപ് വരെ അവിടെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള നിർണായകമായൊരു വിവരമാണ് നമ്മളോട് ഈ നൌഷാദ് പങ്കുവച്ചിരിക്കുന്നത്. അതിനകത്ത് അയാൾ പറയുന്നത് ജൂലി എന്നൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ജൂലി ഇവരുടെ ബന്ധുവാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത്. സഹോദരന്റെ മകളാണ് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ ജൂലിയെ സംബന്ധിച്ച് പല ഘട്ടത്തിലും ആ വീട്ടിൽ പോകുമ്പോഴും ഈ ജൂലി ഒരു കോണ്ടാക്റ്റും പുറത്തേക്ക് വെക്കാറില്ല എന്നുള്ളതാണ്. അതായത് ആ വീടിനകത്ത് അടച്ചിട്ട നിലയിലാണ് എപ്പോഴും ജൂലി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പള്ളിയിൽ പോകാൻ വേണ്ടി ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. ഒറ്റത്തവണ ആ വീടുമായി നിരവധി തവണ സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്ന ആളാണെങ്കിൽ പോലും ഒറ്റത്തവണ മാത്രമാണ് ജൂലിയുമായി ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞതെന്നാണ് നൌഷാദ് വ്യക്തമാക്കുന്നത്. അന്ന് ഈ കുട്ടി, അതായത് 7ാം ക്ലാസ്സിലോ 8ലോ ആണ് എന്നാണ് അവർ പറയുന്നത്. കറക്റ്റായി ഈ ക്ലാസ്സുകളിൽ ഏതിലോ ആണ് ആ കുട്ടി, അന്ന് ആൺകുട്ടിയാണ്, ജൂലിയുടെ മകനായി കാണിച്ചിരുന്ന കുട്ടി അവിടെ പഠിച്ചിരുന്നത്. ആ കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നാൽ ആ വീടിനകത്താണ്, ആ കോമ്പൗണ്ടിൽ പോലും പരിസരവാസികൾ ആരും ഈ കുട്ടിയെ കാണുന്നില്ല. കുറേ നാൾ ജൂലി അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നൌഷാദ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ജൂലി കാസർഗോഡേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ് റോസമ്മ അറിയാവുന്ന ആളുകളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ റോസമ്മ പറഞ്ഞ 2 കാരണങ്ങൾ, ഒന്ന് ജൂലിയെ സംബന്ധിച്ച്
സംബന്ധിച്ച് ജൂലി എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള ഒരു മറുപടി നൽകി. അത് വേറൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജൂലിയുടെ മകൻ, അതായത് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി റോസമ്മയുടെ വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചതിനെ തുടർന്ന് താൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള 2 രീതിയിലുള്ള മറുപടി പറഞ്ഞു റോസമ്മ എന്നുള്ളതാണ് നൗഷാദ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം നിരാലംബരായ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് പള്ളിപ്പുറത്തെ കേസുകൾ. ഈ റോസമ്മയുടെ പല നുണകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ശരണ്യാണ് ആദ്യമായി റോസമ്മയുമായി സംസാരിക്കുന്നത്. അന്ന് അവർ പറഞ്ഞ പല കാര്യങ്ങളിലും പല ദുരൂഹതയുണ്ടായിരുന്നു, പല സംശയങ്ങളും ഉയർന്നു വന്നതാണ്. പിന്നീട് പോലീസ് എത്തിയപ്പോൾ അവർ മറ്റൊരു മൊഴികൾ നൽകുന്നു പോലീസിനോട്. ഈ റോസമ്മയുടെ സ്ഥലവും പല രീതിയിലുള്ള അവരുടെ പുരീടവും പല ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ജൂലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഒരുപക്ഷെ ശരണ്യ ഈ വിവരം പുറത്തുവിടുമ്പോൾ അതല്ലെങ്കിൽ നൗഷാദ് ഇക്കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ജൂലി എന്ന കഥാപാത്രത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. പോലീസിന് ഇവരെക്കുറിച്ച് വിവരമുണ്ടോ? നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലിയെക്കുറിച്ചും മകനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്താൻ തയ്യാറാകുമോ ശരണ്യ? നമ്മളിത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി വിവരം, ജൂലിയെ സംബന്ധിച്ചുള്ള വിവരം പങ്കുവച്ചിരുന്നു. അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ജൂലിയെ ഒരിക്കൽ ആലപ്പുഴയിൽ വന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ആണ് എന്നുള്ളൊരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൗഷാദ് പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. സെബാസ്റ്റ്യൻ, ഐഷ, ഒപ്പം തന്നെ റോസമ്മ, ഈ 3 പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ജൂലി എന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യൻ ആ വീട്ടിലെ സജീവ സാന്നിധ്യമായിരുന്ന ഘട്ടത്തിൽ ജൂലി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നൗഷാദ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ എത്തിയിട്ടുള്ള ആളുകൂടിയാണ് ഈ നൗഷാദ് പറഞ്ഞത് 2 സെപ്റ്റിക് ടാങ്കുകൾ ആ വീട്ടിൽ ഈ കോഴി ഫാമിനോട് ചേർന്ന് റിങ്ങുകൾ ഇറക്കാനായി റോസമ്മ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നിർമ്മിച്ച ഘട്ടത്തിൽ താൻ ചോദിച്ചപ്പോൾ തന്നോട് പറഞ്ഞത് നഗരസഭയുമായി ചേർന്ന് മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വളമാക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാങ്കുകൾ ഇറക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ ടാങ്കുകൾ സംബന്ധിച്ച് പിന്നീട് ഒരു പ്രവൃത്തിയും നടന്നില്ല എന്നുള്ളതും നൗഷാദ് പറഞ്ഞത്. ടാങ്കുകൾ ഇറക്കി മൂടിയെന്നതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് നടന്നില്ല എന്നുള്ളത് നൗഷാദ് പറയുമ്പോൾ അതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഈ കോഴി ഫാമിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നൗഷാദ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവരൊരു ലാഭത്തിനോ ഒന്നും വേണ്ടിയല്ല ഈ ഫാം ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അവിടെ വന്നിട്ടുള്ള പണിക്കാർക്ക് പോലും സൗജന്യമായി കോഴികൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിലേക്ക് കോഴികൾ എടുക്കാനാണെന്ന് പറഞ്ഞു പോയാൽ 2 or 3 ദിവസം കഴിഞ്ഞാണ് റോസമ്മ മടങ്ങി വരുന്നതടക്കമുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഐഷ തിരോധാന കേസിൽ നമ്മളോട് റോസമ്മ പറഞ്ഞത് താൻ ഐഷയെ പണം കൊടുത്ത് സഹായിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളൊരു പിക്ചറാണ് റോസമ്മ നമുക്ക് നൽകുന്നത്. എന്നാൽ ഐഷ സ്ഥിരമായി എത്തിക്കൊണ്ടിരുന്ന വീടാണ് നൗഷാദിൻ്റെതെന്ന് നൗഷാദ് പറയുന്നുണ്ട്. നൗഷാദ് വ്യക്തമാക്കുന്നത് ഈ സ്ഥലം റോസമ്മ ഇടനില നിന്ന് ആണ് ഈ സ്ഥലം ദല്ലാൽ ആയിട്ട് ഇടനില നിന്നാണ് ഈ ഐഷ ഈ സ്ഥലം വാങ്ങുന്നത്. ആ ഘട്ടത്തിൽ വാങ്ങുന്ന ഘട്ടത്തിൽ ഐഷയോട് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഐഷയുടെ തിരോധാനത്തിന് ശേഷം 1 വർഷത്തിന് ശേഷം ഈ പ്രോപ്പർട്ടി മക്കൾക്ക് കൊടുക്കുന്ന ഘട്ടത്തിൽ ഇടനില നിന്ന് ആദ്യം ആ പ്രോപ്പർട്ടി റോസമ്മയുടെ പേരിലേക്ക് എഗ്രിമെന്റ് ചെയ്തതിനു ശേഷമാണ് പിന്നീട് റോസമ്മ ഇടനില നിന്നാണ് സേവ്യർ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അത് വിറ്റത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ 2 ഘട്ടത്തിലും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, സാമ്പത്തിക നേട്ടം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരവും നൗഷാദ് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. റോസമ്മ, ഐഷ, ഒപ്പം തന്നെ ഐഷയുടെ ബന്ധുക്കൾ ഇവരെല്ലാവരുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സെബാസ്റ്റ്യൻ. ഓരോ ഘട്ടത്തിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഓരോ ഘട്ടത്തിലും ഇടപെടുമ്പോഴും സെബാസ്റ്റ്യന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതായത് റോസമ്മ പറഞ്ഞതുപോലെ ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ എന്ന വ്യക്തി ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് 100% കളവാണ് എന്നുള്ളതാണ്. സജീവമായി ഓരോ ഘട്ടത്തിലും ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഈ കേബിള്, അയൽവാസിയുടെ കേബിൾ കോമ്പൗണ്ടിൽ കൂടെ പോയപ്പോൾ തീയിട്ട് കത്തിച്ചത് ഉൾപ്പെടെയുള്ള കേസുകൾ ഉൾപ്പെടെ ഇവർക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുമ്പോൾ നമ്മൾ ഈ കണ്ടതിനും അപ്പുറം ദുരൂഹതകൾ റോസമ്മ എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് കേട്ടോ. തീർച്ചയായും ശരണ്യ, കഴിഞ്ഞ 7 ദിവസങ്ങളായി സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. ഇയാളുടെ മൊഴികൾ പൂർണ്ണമായും, അതായത് പരസ്പര വിരുദ്ധമാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് സംഭവിച്ചത്, ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും തുറന്നു പറയാൻ സെബാസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, ഇതിനു മുൻപ്
ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അതിവിദഗ്ധമായ രീതിയിൽ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യങ്ങളിൽ കുടുങ്ങാതെ തന്ത്രപരമായി ഈ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കുന്നു. ഒരു കാരണവശാലും ഈ കുറ്റങ്ങൾ സമ്മതിക്കാൻ അയാൾ തയ്യാറായിട്ടില്ല. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ തന്നെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഫോറൻസിക് ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ട് പുറത്തു വരുമെന്ന വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട്, അതായത് ആ അസ്ഥികൂടങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ടോ? അതോടൊപ്പം ഈ സെബാസ്റ്റ്യൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ശരണ്യ. ടോമെ, ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ, അതായത് ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് അല്പസമയം മുമ്പ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്നതേ ഉള്ളൂ. കോട്ടയത്ത് ഈ കേസ് അന്വേഷിക്കുന്ന സാജൻ സേവ്യർ, ഡിവൈഎസ്പി സാജൻ സേവ്യർ, ഒപ്പം തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ച് മേധാവി SP ഗിരീഷ് P സാരഥി, ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള മോഹനചന്ദ്രൻ IPS അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവർ ഇതിനകത്ത് നിർണായകമായ പല നീക്കങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം സെബാസ്റ്റ്യൻ ഈ തിരോധാന കേസുകളിൽ നിർണായക പങ്കുണ്ട് എന്ന് എല്ലാ രീതിയിലും പോലീസിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ എവിഡൻസ് ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യാനാകും എന്നുള്ള ഒരു നീക്കത്തിലാണ്, അന്വേഷണ സംഘം. അതിനുവേണ്ടി ഈ 2 ജില്ലകളിലെയും, പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ്, ഐഷ തിരോധാനം, സിന്ധുവിന്റെ തിരോധാനം അടക്കമുള്ള കേസുകൾ ഇവിടെയാണുള്ളത്. ജൈനമ്മ തിരോധാനമാണ് കോട്ടയത്തുള്ളത്. പക്ഷേ കോട്ടയത്തെ കേസിലാണ് ഏറ്റവും കൂടുതൽ തുമ്പുകൾ ലഭ്യമായിട്ടുള്ളത്. മറ്റ് കേസുകൾ നിലവിലത്തെ അന്വേഷണ സംഘം വളരെ ഭംഗിയായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ആക്ഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള ബിന്ദു തിരോധാന കേസിലെ ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയായിട്ടുള്ള രൂപേഷിന്റെ അടക്കമുള്ള മൊഴി അവർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ സ്വത്തുക്കൾ എഴുതി വാങ്ങിയിട്ടുള്ള, ബിന്ദുവിന്റെ സ്വത്തുക്കൾ വിറ്റു എന്ന് കാണുന്ന സതീശൻ എന്ന വ്യക്തി, അയാളെ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് വിശദാംശങ്ങൾ അന്വേഷണ സംഘം, കോട്ടയം സംഘം തേടിയിട്ടുണ്ട്. സതീശന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് കോട്ടയത്ത് നിന്നുള്ള സംഘം തേടിയതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് അത് ബിന്ദു കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ ഈ 2 കേസുമായി കണക്ട് ചെയ്ത് പരമാവധി വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലാണ്. DNA പരിശോധനാ ഫലം ഉടൻ വരുമെന്ന് പറഞ്ഞുവെങ്കിലും അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇതുവരെ അന്വേഷണ സംഘം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഈ DNA സാമ്പിളിന്റെ റിസൾട്ടാണ് ഈ കേസിലെ ഏറ്റവും വലിയ നിർണായകം. കാരണം അത് ഐഷയുടേത്, അത് റോസമ്മയുടേത് തന്നെയാണോ, ഈ ജൈനമ്മയുടെ തന്നെയാണോ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തണം. ഇനി അതല്ലെങ്കിൽ മറ്റാരുടേതാണ് എന്നുള്ള വളരെ ഉദ്യോഗജനകമായ ചോദ്യങ്ങൾ അതിനകത്ത് ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് അത് ജൈനമ്മയുടെ തന്നെയാണ്. പക്ഷേ ഇത്രയധികം ക്രൂക്കഡായി, കണ്ണിങ്ങായി കാര്യങ്ങൾ ചെയ്ത സെബാസ്റ്റ്യൻ ഒരു ഓലക്കീറിന്റെ അടിയിൽ കൊണ്ട്, വളരെ ചെറിയ ആഴത്തിൽ പോലുമല്ലാത്ത ഒരു കുഴിയുടെ അടിയിൽ കൊണ്ട് ഇത്തരത്തിൽ എല്ലിൻ കഷ്ണങ്ങൾ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പള്ളിപ്പുറത്തെ സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ റോസമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ആ യുവതി ആരാണ്, അവർക്കിപ്പോൾ പിന്നീട് ജൂലി എന്ന യുവതിക്കും മകനും എന്താണ് സംഭവിച്ചത്, അതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കണം. മലപ്പുറം പാണ്ടിക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ₹1 കോടി നൽകിയാൽ യുവാവിന് വിട്ടയക്കാമെന്ന് വാട്സാപ്പിൽ സന്ദേശം ലഭിച്ചതായി ഷമീറിന്റെ ബന്ധുക്കൾ പറയുന്നു. വാട്സാപ്പ് കോൾ വഴിയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. ഇന്നലെ 8 മണിയോടുകൂടിയാണ് ഷമീർ എന്ന എൻ്റെ ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ബ്ലാക്ക് മെയിലാണ്. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് നമ്മൾ ഇതിന് കരുതുന്നത്. ഇതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി നമ്മൾക്ക് സഹായം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഗൾഫിൽ ഇയാൾക്ക് മെഡിക്കൽ ഷോപ്പ് ബിസിനസ് ഉണ്ട്.
കഫ്റ്റീരിയ ഉണ്ട്, ഹോട്ടൽ ബിസിനസ് ഉണ്ട്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അറിയപ്പെടുന്നൊരു പയ്യനാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാണ്ടിക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം ചെയ്തൊരു പയ്യനാണ്. നാട്ടുകാരുടെ ഇടയിൽ വളരെയധികം ഒരു നല്ല കുട്ടിയാണ്. സംഭവത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. ടൗണിൽ നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഷമീറിനെ GLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം 4-നാണ് അവധിക്കായി നാട്ടിലെത്തിയത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഷമീറിന് എന്താണ് സംഭവിച്ചത്? തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ തന്ത്രമായിട്ടാണ് പോലീസ് ഇതിനെ കാണുന്നത്. 1 കോടിയിലധികം രൂപ നൽകിയാൽ മാത്രമേ ഷമീറിനെ വിട്ടയക്കൂ എന്ന സന്ദേശം ലഭിച്ചു എന്നാണ് ഷമീറിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. വാട്സപ്പ് കോൾ വഴിയാണ് ഈ ഒരു വിവരം അവരെ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം അറിയിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അതിലെ ആ ഇന്നോവ കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ മേഖലയിലെ CCTV ക്യാമറകൾ പൂർണ്ണമായും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ ടവർ ലൊക്കേഷന് കീഴിലുണ്ടായിരുന്ന നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമികമായിട്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ആകാമെന്ന സൂചനയാണ് തരുന്നത്. ഷമീറിന് വിദേശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളും കഫറ്റീരിയ തുടങ്ങി വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം ഷമീർ അവിടെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഷമീറിൻ്റെ കൈവശം പണമുണ്ട് എന്ന് അറിയുന്ന ആരെങ്കിലും ആകാം ഈ ഒരു കൃത്യം ചെയ്യുന്നതിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. അതല്ലെങ്കിൽ വിദേശത്ത് വെച്ചുണ്ടായ വല്ല സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള നടപടികളാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, വിദേശത്ത് വെച്ച് ജോലി പോയ ഒരാളുടെ ഇടപെടലും ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ജോലി പോയ ഒരാളുടെ ഇടപെടലും ഇതിലുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന് വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തിനാണെങ്കിലും കുടുംബത്തിന് ലഭിച്ച സന്ദേശത്തിൽ ഈ ഒരു പണം തയ്യാറാക്കി വെക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. വാട്സപ്പ് കോൾ ആയതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ട്രാക്ക് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ DYSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് സംശയം തോന്നുന്ന ടവർ ലൊക്കേഷനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമ്പോൾ സംശയം തോന്നുന്ന ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ പ്രത്യേക സ്ക്വാഡ് ഡാൻസ് ഓഫ് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. വിദേശത്തുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ആകാം, അതിനെ തുടർന്നുണ്ടായ വികാസങ്ങളാകാം. അനുമോദ്, വിദേശത്തുള്ള സാമ്പത്തിക ഇടപാട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിവിരോധം, ഇതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു ശത്രുത ആർക്കെങ്കിലും ഷമീറിനോടുണ്ടോ? കുടുംബാംഗങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണ്? മാത്രമല്ല, വാട്സപ്പ് കോളിലൂടെയാണ് ബന്ധപ്പെട്ടത് ഈ സംഘം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടതെന്ന് കുടുംബം പറയുന്നുണ്ട്. ആ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അതെവിടെ നിന്നാണ് ഇവരെ ബന്ധപ്പെട്ടത്, ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, ഈ അന്വേഷണം ഏറ്റവും അതിൻ്റെ നിർണായക ഘട്ടത്തിലായതുകൊണ്ട് അത്തരം വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കാരണം ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വാർത്തയാകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല സംഘം ഇതിനനുസരിച്ചുള്ള തീരുമാനങ്ങളെടുത്ത് അവരും ആ മുൻകരുതൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം വാട്സപ്പ് കോളിൻ്റെ വിശദാംശങ്ങൾ പോലീസ് നൽകിയൊന്നുമില്ല. കാരണം അത് അന്വേഷണത്തെ ഇപ്പോൾ നമ്മൾ പുറത്തു പറയുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നതാണ് പോലീസ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഷമീറിന് നിലവിൽ വലിയ ശത്രുക്കളുള്ളതായിട്ടൊന്നും ബന്ധുക്കളോ സുഹൃത്തുക്കളോ പറയുന്നില്ല. ആ നാട്ടിൽ അറിയപ്പെടുന്ന ആർക്കും എന്ത് സഹായവും ചെയ്യുന്ന ഈ തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് ഷമീറിനെ പറ്റി നാട്ടുകാർ പറയുന്ന ഒരു കാര്യം. പലർക്കും സഹായം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്തുള്ള ഈ ഒരു വ്യാപാര ശൃംഖലകൾ അത് കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് അത്തരത്തിലുള്ള ശത്രുത നാട്ടിലുള്ളതായിട്ടോ മറ്റു വിവരങ്ങളോ ബന്ധുക്കൾക്കൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കിടയിലുള്ള വിവരങ്ങൾ മുഴുവൻ ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ അറിയണമെന്നില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സാധാരണഗതിയിൽ നമ്മൾ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പിന്നിൽ സാധാരണ ഉണ്ടാകാറുള്ളത് സ്വർണ്ണക്കടത്ത് പോലത്തെ മറ്റ് ഇടപാടുകളൊക്കെ, അവിശുദ്ധമായ നിയമവിരുദ്ധമായ ഇടപാടുകളൊക്കെ അതിന് പിന്നിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒന്നും തന്നെ ഷമീറിന് പിന്നിൽ ഇതുവരെയും ഇല്ല എന്നുള്ളതാണ്
പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്ന ഒരു ചരിത്രമല്ല ഇയാൾക്കുള്ളത്. അത്തരത്തിൽ സംഘങ്ങളുമായിട്ട് ഇയാൾക്ക് നേരിട്ട് ബന്ധമൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യം. ഇതുതന്നെയാണെങ്കിലും ഒന്നുകിൽ ഇദ്ദേഹത്തിൻ്റെ കൈവശം പണമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു സംഘം ഇയാളെ തട്ടിക്കൊണ്ടുപോയി അത് റാൻസം എമൗണ്ടായിട്ട് മോചനദ്രവ്യമായിട്ട് അത് വാങ്ങാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ വിദേശത്തുണ്ടായ എന്തെങ്കിലും സംഭവവികാസങ്ങളുടെ പേരിലോ സാമ്പത്തികമായിട്ടുള്ള വില വിഷയങ്ങളുടെ പേരിലോ ഉണ്ടായിട്ടുള്ള ഒരു തുടർ നീക്കം അങ്ങനെ വേണം ഇതിനെ കാണുവാൻ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും പോലീസിൻ്റെ അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലാണ് എന്നാണ് നമുക്ക് അന്വേഷണ സംഘവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ ഷമീറിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ധുക്കളെ ഫോണിൽ, അതായത് വാട്സപ്പ് കോളിൽ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ബന്ധപ്പെട്ടിരുന്നു. പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ ഷമീറിന് ഈ വിദേശത്തുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം, അതല്ലെങ്കിൽ വ്യക്തിവിരോധം. ഈ 2 കാരണങ്ങളാകാം തട്ടിക്കൊണ്ടുപോകലിന് കാരണം. പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. കോട്ട് ലൈവ് തുടരുന്നു. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം. അറസ്റ്റിലായ റമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇയാളുടെ മാതാപിതാക്കളെയും കേസിൽ പ്രതിയാക്കും. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇരുവരെക്കുറിച്ചും വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ സീറോ മലബാർ സഭ NA അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. നിർബന്ധിത മതപരിവർത്തനം പോലെ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ലെന്നും സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കോക്കാവേലിൽ പറഞ്ഞു. ഈ സോനായുടെ വിഷയത്തിലാണെങ്കിലും സീറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ്. അതായത് കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. നിർബന്ധിത മതപരിവർത്തന ശ്രമത്തെ തുടർന്നാണ് മകളുടെ ആത്മഹത്യ എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മരിച്ച പെൺകുട്ടിയുടെ അമ്മ NA അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി അയച്ചിരുന്നു. കോതമംഗലത്തെ പെൺകുട്ടിയുടെ വീട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു. ഇക്കാര്യത്തിൽ NA അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് ജോർജ് കുര്യൻ പ്രതികരിച്ചത്. ഈ വിവാഹത്തിന് ശേഷം ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സാധാരണയായിരുന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിവാഹത്തിന് മുമ്പ് പീഡനങ്ങളുണ്ടാവുന്നു, നിർബന്ധങ്ങളുണ്ടാവുന്നു, പ്രേരണയുണ്ടാവുന്നു. അപ്പോൾ അതിന് നിയമം വേണ്ട. ഇത് വ്യാപകമായിട്ട് പുതിയ തലമുറ പ്രേമിക്കുന്നുണ്ട്. പക്ഷെ കണ്ടീഷനിലേക്ക് വരികയും, കണ്ടീഷൻ കുഴപ്പമില്ല, ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങൾ, മർദ്ദിക്കുക, ഇതിനുവേണ്ടി ഒത്തിരി കേസുകൾ നമുക്കറിയാം, മർദ്ദിക്കും. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വിവാഹത്തിന് മുമ്പ് ഇതുപോലെയുള്ള മർദ്ദനം, മാനസികമായിട്ടുള്ള പീഡനം, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം തടയാൻ വേണ്ടി നിയമം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമം നടന്നു എന്ന ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഈ സോനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നു വന്നത്. ഇക്കാര്യത്തിൽ NA അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതാണ്. ഇപ്പോൾ സീറോ മലബാർ സഭ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ആ വിഷയത്തിലൊരു നടപടി ഉണ്ടാകുമോ?
ടോം, എന്നെ അന്വേഷണം നേരത്തെ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് FIR-ൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ അത് പരിശോധനകൾക്ക് ശേഷമാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ അടക്കം ഇക്കാര്യത്തിൽ നിർണായകമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് അവരുടെ ഒരു വിവേചനാധികാരത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം തന്നെ വരികയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മതപരിവർത്തനം അതിനുവേണ്ടി നിർബന്ധിച്ചിരുന്നു, ഒരാൾ കൂട്ടത്തോടെ ആ കുടുംബവുമായിട്ട് നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നിസ്സാരമായി കാണാനാവില്ല. അതുമാത്രവുമല്ല, ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റിരുന്നു, വലിയ രീതിയിലുള്ള ക്ഷതങ്ങൾ ഏറ്റിരുന്നു. ഇതെല്ലാം തന്നെ ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് കൃത്യമായും ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വിസമ്മതിച്ചപ്പോഴാണ് മർദ്ദനമേറ്റതെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അവർ പറയുന്നത് അന്ന് വാഹനമടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി നിർത്തിയിരുന്നു, പൊന്നാനിയിലേക്ക് പോകണമെന്ന് അവർ പറഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് അവിടേക്ക് പോകണം, ഇതിനു ശേഷം മാത്രമാണ് വിവാഹം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ നിർബന്ധം ചെലുത്തുകയും പിന്നീട് മർദ്ദനമുണ്ടാകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പരാതി, ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായി എന്താണ് ഉള്ളതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്, പോലീസ് നിലവിലെടുത്തിരിക്കുന്ന വകുപ്പുകൾ ഈ രീതിയിലുള്ളതല്ല. പക്ഷേ ഈ രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കണമെങ്കിൽ FIR-ലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വേണ്ടിവരും. ആ ഒരു ഘട്ടത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. കാരണം ഇപ്പോൾ റമീസിനെ ഇയാളെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡിയിലേക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ സമയത്ത് തന്നെ ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ രീതിയിൽ എങ്ങനെയാണ് ഈ പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ കുടുംബം ഏതെങ്കിലും രീതിയിലുള്ള നിർബന്ധങ്ങൾ ഇവരെ ഫോൺ ചെയ്തോ അല്ലാതെയോ ചെലുത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവരെ ഈ കുടുംബത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കാര്യങ്ങൾക്ക് കേസെടുക്കാൻ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കമെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൽ തന്നെ ഒരു സ്ക്വാഡിനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ 10 അംഗ അന്വേഷണ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റമീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായി. തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘം ഇതിലേക്ക് അന്വേഷണം നടത്തുമ്പോൾ ഈ പ്രതിയുടെ യുവാവിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ടാകും. സ്വാഭാവികമായും മതപരിവർത്തന ശ്രമം ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ ഒരു പശ്ചാത്തലം, ഇയാളുടെ നാടുമായി ബന്ധപ്പെട്ട, അതായത് പാനായിക്കുളമാണ്, നമുക്കറിയാം മുൻപ് സിമി ക്യാമ്പൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്നും പല തീവ്രവാദവുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും കഥകളൊക്കെ കേട്ടിട്ടുള്ള നാട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ തലങ്ങളിലേക്ക് ബാഹ്യശക്തികളുടെ ഇടപെടലൊക്കെ ഈ സംഭവത്തിന് പിന്നിലും ഈ പെൺകുട്ടിയുമായിട്ട് ഈ പ്രണയബന്ധത്തിന് പിന്നിലും ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കേണ്ടതാണ്. ആ രീതിയിലുള്ള സംശയം പോലീസിനുണ്ടോ? മാത്രമല്ല, ഈ യുവാവിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവരും ഈ പ്രതിപ്പട്ടികയിലേക്ക് വരുമോ? അവരും ഈ പ്രതിപ്പട്ടികയിലേക്ക് തന്നെ വരും. പ്രത്യേകിച്ച് ഇയാളുടെ മാതാപിതാക്കളെ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ പെൺകുട്ടിയുടെ കത്തിൽ, ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഇവർക്കെതിരെയുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്കെതിരെ നിലനിൽക്കുന്നതാണ്. മറ്റൊന്ന്, ഇവർ മർദ്ദിച്ചിട്ടുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. ഈ പരിക്കിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ക്ഷതം പെൺകുട്ടിക്ക് ഇയാളിൽ നിന്ന് തന്നെ മർദ്ദനമേറ്റുന്നതായി പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇവരെ അടക്കം, ഈ റമീസിൻ്റെ ഒരു സുഹൃത്തിനെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു അറിവ്, ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അറിവുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്തായാലും ഇയാളുടെ മാതാപിതാക്കൾ ഈ കേസിൽ പ്രതികളാകുമെന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ ഈ ടോം സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലത്തിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം ഒരു പരാമർശത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ കൃത്യമായി പറയുന്നൊരു കാര്യം, ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ
വല്ലാത്ത രീതിയിൽ നിർബന്ധിച്ചിരുന്നത്. അതിലെ ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് ഇവിടെ നിന്നും വിദേശത്തു നിന്നും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ സ്ഥലത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു സാഹചര്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലൊരു ഇടപെടൽ നടന്നിട്ടുള്ളതായിട്ട് ഈ കുടുംബം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വിഷയത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത സാഹചര്യമാണെന്ന് അവർ പറയുന്നു. ദുർബലമായ വകുപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുള്ളതെന്നെല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിൽ മുന്നോട്ട് പോക്കിൽ വളരെ പെട്ടെന്നുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അവർ പറയുന്നു. ഏതായാലും ഈ വിഷയം ഒരു രാഷ്ട്രീയപരമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് BJPയുടെ അടക്കമുള്ള ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഏതായാലും തന്നെയുണ്ട്. ഈ വിഷയങ്ങൾ കേന്ദ്രമന്ത്രിമാരടക്കം ഇപ്പോൾ അവിടേക്ക് സന്ദർശനം നടത്തുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു അടിയന്തര ഇടപെടലിന് തന്നെ സർക്കാരും നിർദ്ദേശം നൽകുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കൃത്യതയോടുകൂടി ഈ വിഷയത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിലൂടെ വ്യക്തമായ സന്ദേശം നൽകുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിൻ്റെ റമീസിൻ്റെ കുടുംബത്തെ അടക്കം ചോദ്യം ചെയ്യുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 13-ാം പോയിന്റിൽ GPR സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന 2ാം ദിവസവും തുടരുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ 13-ാം പോയിന്റിലാണ് തിരച്ചിൽ. ഇതോടെ SITയുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയാകും. ഇതുവരെ ശേഖരിച്ച തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ ധർമ്മസ്ഥലയിൽ 13-ാം പോയിന്റിലെ പരിശോധന തിരച്ചിൽ അതിനിർണായകമാണ്. ഇന്നലെയാണ് GPR സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചത്. എന്തെങ്കിലും വിവരങ്ങൾ, അല്ലെങ്കിൽ ഈ 8ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോമെ, ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 മണിയോടുകൂടിയാണ് സംഘം ഈ ശുചീകരണ തൊഴിലാളിയുമായി ഈ സ്ഥലത്തെത്തിയത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം 13 മാർക്ക് പോയിന്റാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ പോയിന്റാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നതെന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. കാരണം ജൂലൈ 19-നാണ് SIT അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം അതിന്റെ 1ാം ഘട്ടം അവസാനത്തെ ഭാഗങ്ങളിലേക്ക് എടുക്കുന്നു. ഇനി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കും. അതിനുശേഷം കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും ഇതിന് തുടർ തെരച്ചിലൊക്കെ നടത്തുക. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 13-ാം പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലം. അതോടൊപ്പം കേരളീയ വേഷത്തിലുള്ള ഒരു പെൺകുട്ടി, 2 ചെറിയ കുട്ടികൾ, ഇങ്ങനെയാണ് ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം, ഇപ്പോൾ 2ാം ദിവസം തുടർച്ചയായ പരിശോധന നടത്തുന്നു എന്നത് വളരെ പ്രധാനമാണ് ഈ ഒരു പോയിന്റ്. എന്തായാലും ഇതുവരെ ഇവിടുന്ന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചതായ സൂചനയില്ല. ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇന്നലത്തെ പരിശോധനയിൽ കണ്ടെത്താൻ ഒന്നും സാധിച്ചിട്ടില്ല. ഒരു പോയിന്റ് മാത്രമാണ് ഇന്നലെ കുഴിച്ച് പരിശോധിച്ചത്. ഇതിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കൂടുതൽ ഇടങ്ങളിലേക്ക് ഇനി അന്വേഷണം ഒരു പക്ഷേ ഉണ്ടാകില്ല. ഇതായിരിക്കാം ഇനി ആദ്യഘട്ടത്തിലെ അവസാന പോയിന്റ് എന്ന് പറയേണ്ടി വരും. നിലവിൽ ഈ 13ഉം അതുകൂടാതെ മാർക്ക് ചെയ്യാത്ത 3 ഇടങ്ങൾ, ഇങ്ങനെയാണ് ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ തെളിവുകൾ ലഭിച്ചു, അത്തരം കാര്യങ്ങളെല്ലാം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DGP ഉൾപ്പെടെ ഇന്നും ഈ ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ 1ാം ഘട്ടത്തിന്റെ അന്തിമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്താനായിരിക്കാം, കൂടിയാലോചന നടത്താനായിരിക്കാം. കൃത്യമായ ഈ 13-ാം പോയിന്റിൽ നിന്ന് എത്രത്തോളം തെളിവുകൾ ലഭിക്കുന്നു അതായിരിക്കും ഈ കേസിലെ നിർണായകമാവുക. അത്തരമൊരു വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ആ തെളിവുകൾ, അതായിരിക്കും SIT ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവാകും അത്. ഒരു പക്ഷേ ഈ 13-ാം പോയിന്റിൽ നിന്നും വലിയ തോതിലുള്ള ഇത്തരത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടെങ്കിൽ അത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ തന്നെ അത് ബാധിച്ചേക്കാം. കാരണം 11A, 6 ഈ 2 പോയിന്റുകളിലാണ് ഇപ്പോൾ തെളിവ് ലഭിച്ചിരിക്കുന്നത്. സാക്ഷിയുടെ മൊഴിയുടെ അനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കാര്യമായ തെളിവുകളൊന്നും SITക്ക് ലഭിച്ചിട്ടുമില്ല. കാരണം ഇത് 95 മുതൽ 2014 വരെയുള്ള കേസാണ്. ഇത്രയും പഴക്കമുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ നേത്രാവതി പുഴയുടെ തീരത്തും ഒപ്പം ഈ വനമേഖലകളിലുമായി ഈ തെരച്ചിൽ നടത്തിയതിൽ കാര്യമായ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ സ്ഥാപിക്കാൻ കഴിയുന്ന DNA പരിശോധന ഉൾപ്പെടെ മാച്ച് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള അത്തരം തെളിവുകൾ ലഭിക്കണം. അത് ഈ 13-ാം പോയിന്റാണ് ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ
ഇവിടെ ഈ DNA പരിശോധന ഫലം ഉള്ള ആളുകളുമായി മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള മൃതദേഹങ്ങൾ ഉണ്ടാവാം. അത്തരത്തിൽ സാക്ഷി വളരെ പ്രധാനപ്പെട്ട ചില മൊഴികളൊക്കെ നൽകിയിട്ടുണ്ട്. ഒപ്പം 6ഓളം പ്രദേശവാസികൾ ഇവിടെ മൃതദേഹം കുഴിച്ചിടുന്നത് ഈ സാക്ഷി കുഴിച്ചിടുന്നത് കണ്ടതിനും ദൃക്സാക്ഷിയുണ്ട്. അങ്ങനെ വളരെ പ്രധാനമാണ് ഇവിടെ പരിശോധന, ഇവിടെ നിന്നും കിട്ടുന്ന തെളിവുകൾ. അതാണ് SIT ഇപ്പോൾ തേടുന്നത്. GPR സംവിധാനമുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഈ സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ഈ സ്ഥലം. നേത്രാവതി പുഴയുടെ തീരത്ത് സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ഈ സ്ഥലം. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. തുടർച്ചയായ 2ാം ദിവസവും ഒരേ പോയിന്റിൽ പരിശോധന നടത്തുന്നതെന്നാണ് ഇന്നത്തെ പ്രത്യേകത. തീർച്ചയായും ബൈജു, ഈ 1ാം ഘട്ട പരിശോധന പൂർത്തിയായ ശേഷം ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം അറിയേണ്ടത് ഇത്രയധികം തെളിവുകൾ ലഭിച്ചു, അതായത് അസ്ഥികളും അസ്ഥികൂടവും ഉൾപ്പെടെ അവിടെ നിന്നും ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ആരോപണ വിധേയനായ ആ വ്യക്തിയിലേക്ക് അന്വേഷണം നീങ്ങാത്തത്, അയാളെ ചോദ്യം ചെയ്യാത്തത്? അതിന്റെ നടപടി ഉടൻ ഉണ്ടാകുമോ? നടപടികളിലേക്ക് SIT ഇപ്പോൾ കടക്കില്ല. പ്രധാനമായും ഈ കേസിന് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ, അതായത് തലയോട്ടി ഉൾപ്പെടെ പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ഉൾപ്പെടെ അതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ആ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയണം. ഇത് ഏത് വർഷം കൊല്ലപ്പെട്ടതാണെന്ന് അറിയണം. ഇതെങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ കൊലപാതകം നടന്നതാണോ എന്ന് അറിയണം. അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് അത് കടക്കൂ. മാത്രമല്ല, കോടതിയിൽ പ്രാഥമികമായി എന്തൊക്കെ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചോ അത് റിപ്പോർട്ടായി സമർപ്പിക്കും. കോടതി ഇനി ഏത് തരത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശം ഉണ്ടെങ്കിൽ ആ രീതിയിൽ അന്വേഷിക്കും. കാരണം ഇപ്പോൾ ഈ നിർണായകമായ മൊഴി ഉണ്ട്. അതായത് ഇതാരാണ് തന്നെ ഏൽപ്പിച്ചത്, ഇത്തരം മൃതദേഹ അവശിഷ്ടങ്ങൾ ആരാണ് ഏൽപ്പിച്ചത്, അത്തരം തെളിവുകളുണ്ട്. അത് ലഭിച്ചത്, അത്തരം കണ്ടെത്തലുകൾ ഉണ്ടായാൽ, ഇതിന് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അവരിലേക്ക് കടക്കൂ. അല്ലെങ്കിൽ അത് 2ാം ഘട്ട തെരച്ചിലെന്ന് പറയേണ്ടി വരും. നിലവിൽ SIT പ്രധാനമായും നോക്കുന്നത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അത്തരം തെളിവുകൾ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള മൊഴികൾ ശേഖരിക്കുക. കൂടുതൽ പേർ മൊഴികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ശേഖരിച്ചിട്ടുള്ള ഉദാഹരണത്തിന് സുജാത ഭട്ടിന്റെ, അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിന്റെ ഈ DNA സാമ്പിൾ, അത്തരം സാമ്പിളുകൾ ഈ ലഭിക്കുന്ന മൃതദേഹങ്ങളുമായി മാച്ച് ചെയ്യണം. അത്തരം ശാസ്ത്രീയമായ കൃത്യമായ തെളിവുകൾ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്ന ആളുകളിലേക്ക് എത്തൂ, അവരെ മൊഴി രേഖപ്പെടുത്തൂ, അത്തരം അന്വേഷണം മുന്നോട്ട് പോകൂ. അതല്ലെങ്കിൽ ഈ അന്വേഷണം ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ടായിരിക്കും, പ്രതിസന്ധി ആയിരിക്കും SIT സംബന്ധിച്ചിടത്തോളം. അതാണ് ഇന്നും ഇന്നലെയും തുടർച്ചയായ ദിവസങ്ങളിൽ ഈ 13ാം പോയിന്റ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ തെരച്ചിലിന്റെ ഒരു കാരണവും അതാണ്. ഏറ്റവും കൂടുതൽ തെളിവ് ലഭിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കാൻ SIT സഹായിക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇത്തരം തെളിവുകൾ. അത് തേടിയുള്ള ഇപ്പോൾ തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും 5:30 വരെ തെരച്ചിലുണ്ടാവും. ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങളോ മറ്റോ ലഭിച്ചിട്ടില്ല. അത് ഈ ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അത്തരം പരിശോധന ഇപ്പോൾ നടക്കുന്നത്. കേട്ടോ ബൈജു, ഒരു സംശയമുള്ളത്, ബൈജു സൂചിപ്പിച്ചതുപോലെ 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 2 പതിറ്റാണ്ടിനിടെ നടന്ന ദുരൂഹ മരണങ്ങളാണ്. അതിനുശേഷവും ഇതുപോലുള്ള സംഭവങ്ങൾ, ഇതുപോലുള്ള കൊലപാതകങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ടാകാം. ഇപ്പോൾ ഈ വനത്തിനുള്ളിലൂടെയാണല്ലോ ഈ ക്ഷേത്രത്തിലേക്കും ആ പരിസര പ്രദേശങ്ങൾക്കുള്ള വഴി പോകുന്നത്. ആ വഴി, അതായത് അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത്രയധികം വീതി കാണില്ല. സ്വാഭാവികമായും അവിടെയൊക്കെ ഈ മൃതദേഹം കുഴിച്ചിടാനുള്ള സാധ്യതയുണ്ടോ? അതിന് മുകളിലൂടെ ആയിരിക്കും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ, ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? മാത്രമല്ല, ഇത് ഇപ്പോൾ നിലവിൽ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് സർക്കാർ ഭൂമിയിലാണ് പരിശോധന. മറ്റ് സ്ഥലങ്ങളിലേക്ക് അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ, പരിശോധന നടത്തുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? അത് വളരെ പ്രധാനമാണ്. കാരണം ഈ നേത്രാവതി പുഴയുടെ തീരത്താണ് 1 മുതൽ 12 വരെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയെല്ലാം വലിയ തോതിൽ പ്രളയം വന്ന് വെള്ളം ഒരുപാട് കയറി. അതുമാത്രമല്ല, പുതിയ റോഡിന്റെ നിർമ്മാണം നടന്ന് അത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം, റൂട്ടിലുണ്ടാകാം. അതിലും അപ്പുറം ഈ ബാഹുബലി ഹിൽസ് എന്ന് പറയുന്ന ക്ഷേത്രഭൂമിയിലെ ആ ഒരു സ്ഥലമാണ്. അവിടെ ഈ ഒരു തെളിവ് നശിപ്പിക്കാൻ ഉള്ള ശ്രമമുണ്ടായി. അവിടെ കൂടുതൽ മണ്ണുകൾ നിക്ഷേപിച്ചു എന്ന ഒരു പരാതി ഈ അഭിഭാഷകർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരു മധുവിധു ആഘോഷിക്കാൻ വന്ന നവവധൂവരന്മാരെ കുഴിച്ചിട്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. അവിടെ അത്തരത്തിൽ പരിശോധന നടത്തിയപ്പോൾ വലിയ തോതിൽ മണ്ണ്, അതായത് ഒരു
5 or 6 മാസത്തിനിടയിൽ മാത്രമാണ് ഇത്തരത്തിൽ മണ്ണിട്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായി എന്ന ആരോപണം അഭിഭാഷകർ ഉന്നയിച്ചത് അവിടെയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും SITയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു. ഇപ്പോൾ ഈ 13ാം പോയിന്റിൽ തന്നെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ നിന്നും നേത്രാവതി പുഴയുടെ തീരത്താണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. പമ്പ് ഉപയോഗിച്ച് ഇത് വറ്റിച്ചാണ് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നത്. ഒരു 20 അടിയോളം ഉയരത്തിൽ മണ്ണ് ഇവിടെ പതിച്ചിട്ടുണ്ട്. അതായത് പുതിയ റോഡ്, ഗ്രാമീണ റോഡ് ഇതിനെ കൂടി പോകുന്നുണ്ട്. വലിയ പ്രതിസന്ധിയാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ. ഈ നേത്രാവതി പുഴയോരത്ത് നേരത്തെ നമ്മൾ കണ്ടതാണ് 1ഉം 2ഉം പോയിന്റൊക്കെ ചെറിയ കുഴിയെടുക്കുമ്പോൾ തന്നെ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ തെളിവുകൾ കണ്ടെത്തുക, കൂടുതൽ തെളിവ് കണ്ടെത്തുക വലിയ ദുഷ്കരമാണ് SITയെ സംബന്ധിച്ചിടത്തോളം. അതിനാണ് ഇപ്പോൾ GPR സംവിധാനം കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇതുവരെ ഒരു കാര്യമായ തെളിവുകൾ GPR കൊണ്ടുവന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല. ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ സിഗ്നൽ ഉള്ള പ്രദേശത്ത് പരിശോധിച്ചപ്പോൾ അവിടെ ഇത്തരത്തിൽ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഒരു മിനി ഡാമാണ് ഇതിന്റെ സമീപത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആശങ്ക ഇവർക്കുണ്ട്. അതല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളി ഇവരുടെ ആളുകൾക്കുണ്ട്, ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലും വലിയ തോതിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ ഇനി ഉണ്ടാകുമോ? എന്താണ് ഇനി സംസ്ഥാന സർക്കാർ ഇതിലെടുക്കുന്ന തീരുമാനം? അത് വളരെ നിർണായകമാണ്. അതിനുമപ്പുറം ഇന്ന് ലഭിക്കുന്ന തെളിവുകളായിരിക്കും ഈ കേസിന് തന്നെ വഴിത്തിരിവാകുക. കൂടുതൽ തെളിവ് ലഭിച്ചാൽ കൂടുതൽ അന്വേഷണം ഉണ്ടാവും. അതല്ലെങ്കിൽ ഈ അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട്. ടോം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ഈഞ്ചക്കലിൽ നൈറ്റ് പട്രോളിങ്ങിനിടെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബൈക്ക് യാത്രികരെ പോലീസ് പിന്തുടർന്നെത്തി ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി യുവാക്കൾ രംഗത്ത്. ഗുരുതരമായി പരിക്കേറ്റ കല്ലറ സ്വദേശികളായ യുവാക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നല്ലോണം തല്ലി അവിടെ വെച്ച്. അത് 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ച് കെട്ടിട്ട് നല്ലോണം ഷോൾഡറിലും ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റോട് കൂടി കുറെ തറയിട്ട് ചെറുപ്പം കാലില് എന്തോ വെച്ച് അടിക്കുന്നത്, വലുതായിട്ട് അടിക്കുന്നത്. കറക്റ്റ് തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയാണ്. ഒരുപാട് തല്ലായിരുന്നു. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് റോഡരികിൽ കിടന്ന യുവാക്കളെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇവിടെ പോലീസിനെതിരെയാണ് ഈ യുവാക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. പോലീസ് പിന്തുടർന്നെത്തി ക്രൂരമായി മർദ്ദിച്ചുവെന്ന്. പക്ഷേ അവർ ആശുപത്രിയിൽ കിടക്കുന്നത് കണ്ടാൽ ഒരു ഗുരുതരമായി അപകടം പറ്റിയെന്ന് വ്യക്തമാണ്. അത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പോലീസ് പറയുന്നത് ഇവരെ യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കുക, ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏറ്റവും 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളത് വസ്തുതയാണ്. ദിബിൻ്റെ ബന്ധുവായ വിശാഖ, ഇങ്ങനെ 2 പേർക്കാണ് കഴിഞ്ഞ 6-ാം തീയതി പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലുള്ള സമയത്ത് ഈഞ്ചക്കൽ ബൈപ്പാസിന് സമീപത്ത് വെച്ച്, സർവീസ് റോഡിനടുത്ത് വെച്ച് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പരിക്ക് പറ്റിയത് വാഹനം മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. ഡിവൈഡറിൽ ഇടിച്ചു കയറി ഉണ്ടായ അപകടമെന്നാണ് പോലീസ് നൽകുന്ന മറുപടി. പക്ഷേ ഈ യുവാക്കൾ ബോധരഹിതരായാണ് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കൈകാലുകൾ ഒടിയുന്ന സ്ഥിതിയുണ്ടായി. ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. വിശദമായ പരിശോധനകൾ നടത്തി അവർ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു ദിവസങ്ങളോളം. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് വാർഡിലേക്ക് മാറ്റിയത്. വാർഡിലേക്ക് മാറ്റി സംസാരശേഷി വീണ്ടെടുത്ത ശേഷം കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ യുവാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ മാരകമായ പരിക്ക്, തലയൊട്ടിക്കടക്കം ഏറ്റത് എന്നാണ് യുവാക്കൾ നൽകുന്ന മൊഴി. പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം 112 എന്ന പോലീസിൻ്റെ കൺട്രോൾ റൂം നമ്പറിലേക്ക് ഈഞ്ചക്കൽ ബൈപ്പാസിന് സമീപത്ത് നിന്ന് ഓടിക്കൂടിയ ആളുകളിൽ ആരോ ഒരാൾ ഫോണിൽ വിളിക്കുകയും 112-ൽ നിന്ന് പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലും വിവരം കൈമാറിയതിനെ തുടർന്ന് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയും അവിടെ നിന്ന് പോലീസ് ആംബുലൻസിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ പോലീസിൻ്റെ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് നാട്ടുകാരിൽ ഒരാൾ തന്നെ 108 ആംബുലൻസ് വിളിക്കുകയും ആ 108 ആംബുലൻസിൽ ഈ 2 യുവാക്കളെ കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയുമാണ് ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതുമായി ബന്ധപ്പെട്ട ചില CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ഈ യുവാക്കൾ അമിതമായി മദ്യപിച്ച് ഈഞ്ചക്കൽ മുട്ടത്തറയ്ക്കും ഈഞ്ചക്കലിനുമിടയിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചിരുന്നു. അവിടെയും ഈ ഹോട്ടലുടമയുമായി ചില ബഹളമുണ്ടാക്കിയത് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു തവണ ഈ വാഹനം മറിയുന്ന സാഹചര്യം, അവിടെ വെച്ച് തന്നെ ഇരുചക്ര വാഹനം മറിഞ്ഞിരുന്നു.
അതിനുശേഷമാണ് പിന്നീട് ഈഞ്ചക്കൽ ബൈപ്പാസിന് സമീപം ഈ വണ്ടി മറിഞ്ഞ് ഗുരുതരമായി അല്ലെങ്കിൽ സാരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. യുവാക്കൾ പറയുന്നത് ഈ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതിനെ തുടർന്ന് പോലീസ് പിന്നിൽ നിന്ന് എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് എറിഞ്ഞ് തലയ്ക്ക് ഇവർക്ക് സാരമായി പരിക്ക് പറ്റുന്നു. എന്നിട്ട് പോലീസ് വാഹനം ഇവരെ ചേസ് ചെയ്ത് വന്ന് ബൈക്കിൽ നിന്ന് ഇടിച്ചിടുകയായിരുന്നു ഈഞ്ചക്കൽ ബൈപ്പാസിന് സമീപം എന്നാണ്. പക്ഷേ അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ മൊഴികളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സംഭവത്തിന് ദൃക്സാക്ഷികളായ ആളുകൾ ഈ സംഭവം വിവാദമായി വലിയ തരത്തിൽ ഇന്നലെ മുതൽ വാർത്തയായി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നതിനിടയിൽ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ആളുകളടക്കം ഇവർ പരിക്കേറ്റ് അവരെ ആംബുലൻസിലേക്ക് കയറ്റി വിടുകയാണ് ഉണ്ടായത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത്. കുടുംബാംഗങ്ങളടക്കം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതിൽ വിശദമായ അന്വേഷണം നടക്കും. അതുകൊണ്ട് തന്നെ ഈഞ്ചക്കലിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിലൂടെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനായാൽ ഈ സംഭവത്തിന് ഡാൻ, ഇവിടെ പോലീസ് പറയുന്നുണ്ട് ഈ യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്ന്. മാത്രമല്ല, ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇവർ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുമോ? മാത്രമല്ല, ഈ അപകടം നടന്ന സ്ഥലത്ത് CCTV മറ്റോ ഉണ്ടോ? പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട്, കാരണം പോലീസാണ് ഈ സംശയ നിഴലിൽ നിൽക്കുന്നത്. പോലീസിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണമുള്ളത്. ഈ പരിക്കേറ്റ ഒരു യുവാവിൻ്റെ കുടുംബം പോലീസിന് DGPക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കേണ്ടത്, സത്യാവസ്ഥ എന്തെന്ന് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ CCTV മറ്റോ ലഭിച്ചിട്ടുണ്ടോ? ആ സമയത്തെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യം പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. അതിനുശേഷം 108 ആംബുലൻസ് വിളിച്ചു വരുത്തിയ ആളുടെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ കൂടിയിരുന്ന ആളുടെ ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അപകടം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവർ കൃത്യമായി ഏതോ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുകയും അവിടെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും അവിടെ നിന്ന് ബഹളം വെച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയുമാണ് ചെയ്തത്. അതിന് ദൃക്സാക്ഷികളുണ്ടായെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അങ്ങനെ അവിടെ വെച്ച് ആദ്യം ഒരു തവണ ഈ വാഹനം മറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ ബൈക്കിൽ ഈഞ്ചക്കൽ ഭാഗത്തേക്ക് അവർ വരുന്നത്. ഈഞ്ചക്കൽ സർവീസ് റോഡിന് അടുത്ത് വെച്ചാണ് വീണ്ടും ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി ഇങ്ങനെ വീഴുകയും സാരമായി ശരീരത്തിൽ തലയോട്ടിക്കടക്കം പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഈ പരിക്ക് പറ്റിയത് പോലീസിൻ്റെ മർദ്ദനത്തിലാണ് എന്ന നിലപാടിൽ ഈ യുവാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. അത് കാണിച്ചുകൊണ്ടാണ് അവരുടെ കുടുംബാംഗങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും, ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് തെളിവുകളോ, പോലീസ് ആക്രമിച്ചു എന്ന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഫോർട്ട് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ഈഞ്ചക്കലിൽ നൈറ്റ് പട്രോളിങ്ങിനിടെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ബൈക്ക് യാത്രികരെ പോലീസ് പിന്തുടർന്നെത്തി ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായിട്ടാണ് യുവാക്കൾ രംഗത്തെത്തിയത്. എന്നാൽ ഈ അപകടത്തിൽ പരിക്കേറ്റ യുവാക്കളെ ആംബുലൻസിന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സഹായം നൽകിയെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ വ്യക്തമാകും. അതിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.